അപ്പോൾ ഓക്കെ. അപ്പോൾ എന്നാ വിട്ടോ. ഒരു കാര്യം, ഇവിടെ വർക്ക് എടുക്കുമ്പോഴത്തേക്കും ഇവിടുത്തെ വർക്ക് മാത്രം, അത് വേറെ സ്ഥലത്ത് നമുക്കത് എല്ലാവരും വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും? അല്ലാതെ എല്ലാവർക്കും ശല്യമാണത്. നമുക്ക് ഇവിടെ ബുദ്ധിമുട്ടാണ്. ഇതിന് സമയം നിങ്ങൾ തെറ്റിയിട്ട് അവിടെ ചെല്ലുമ്പോൾ അവർക്കും ബുദ്ധിമുട്ടാണ്. ഓക്കെ സാർ. ഓ അപ്പം ബൈ. ഓക്കെ 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 സാർ. ബാക്കി പോവാം, ബാക്കി പോവാം. മുളക് വാ. മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല സർ. ഇല്ലേ? ആദ്യം അഭിനയിക്കാണോ? കൊള്ളാം. താങ്ക് യു സർ. ഓക്കെ ഓക്കെ. പിന്നെ ഈ അഭിനയിക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ വളരെ സട്ടിലായിട്ടുള്ള സംഗതികളൊക്കെയാണ് നമ്മൾ കണ്ടെത്തിയിട്ട് ചെയ്യേണ്ടത്. അത് വരുന്നുണ്ട്. പക്ഷെ ഇനി നമ്മളത് അറിഞ്ഞ് അഭിനയിച്ച് തുടങ്ങണം. പക്ഷേ വളരെ സ്വാഭാവികമാണ്. ഇതേപോലെ തന്നെ നമുക്ക് അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി കേട്ടോ. ബാക്കി എടുക്കാം. ദിനേശേ, ക്യാമറയുടെ പൊസിഷൻ മാറ്റി നമുക്ക് ആ എൻട്രി അങ്ങ് എടുക്കാം. സാറിന്റെ അത്രയും കേൾക്കാന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ല. ഇത് നാച്ചുറൽ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നുള്ള ഇന്റർവ്യൂ എടുക്കല്ലേ സാറേ? എന്നാ ഓക്കെ. ഓക്കെ, റെഡി സാർ. സൈലൻസ്. സാരി കിടന്ന് നടക്കും. സോറി. ആക്ഷൻ. സാർ, സാർ വരൂ. എവിടുന്നാ? എന്താ? എൻ്റെ പേര് മണ്ടോദരി എന്നാ. അപ്പൊ എനിക്ക് സീരിയലില് ഒരു സെക്കൻഡ് ഹീറോയിനായിട്ടൊരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒരു ഷെഡ്യൂൾ ഷൂട്ട് കഴിഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ ആക്ടിങ് കുറച്ചുകൂടെ നന്നാക്കാൻ വേണ്ടിട്ടേ ഒരു ആക്ടിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാമെന്ന്. ഏത് സീരിയലിലാണ്? സീരിയല് എൻ്റെ കൂട്ടുകാരിക്കുന്ന ഡയറക്ഷൻ ആരാ? സത്യശീലൻ സാറാ. ഓ, അദ്ദേഹത്തിന്റെ ഈറനണിയും മിഴികൾ എന്നുള്ള സീരിയൽ വളരെ ഫേമസ് ആയിരുന്നത്. അതെ. അപ്പോ സാറ് പറഞ്ഞു ആദ്യത്തെ ഷെഡ്യൂളിൽ എൻ്റെ അഭിനയം കണ്ടിട്ടേ നല്ലതാ, നാച്ചുറലായിട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ അഭിനയം ആയിട്ട് അങ്ങനെയൊന്നും എവിടെയും പോയി പഠിച്ചിട്ടില്ല. ഇല്ല. പഠിക്കണം, അഭിനയം പഠിക്കണം. ഇത്തരം അവസരമൊക്കെ കിട്ടുമ്പോൾ നമ്മളെല്ലാം അറിഞ്ഞതിന് ശേഷം പോയിട്ട് അഭിനയിക്കാൻ പാടുള്ളൂ. ഈ അഭിനയത്തെക്കുറിച്ച് എല്ലാം പഠിക്കണം. എന്നാലാണ് ചെറിയ ചെറിയ പോരായ്മകളൊക്കെ തിരുത്തി നമുക്ക് നല്ലൊരു നടിയായി മാറാൻ പറ്റുള്ളൂ. അല്ല, എനിക്കും അങ്ങനെയാണ് സാർ. നമ്മൾ ചെയ്യുന്ന കാര്യം വൃത്തിയായി ചെയ്യണം എന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അന്വേഷിച്ചപ്പോൾ സാറിന്റെ ക്ലാസ് നല്ലതാന്ന് അറിഞ്ഞു. അതെ, എത്ര കുട്ടികൾ ഇങ്ങനെ വരുന്നു, പഠിപ്പിക്കുന്നു. നമുക്ക് അതൊക്കെ അല്ലേ പറ്റും. സാർ, എങ്ങനെയാണ് ഈ കോഴ്സുകളൊക്കെ? അതായത് ഇപ്പോൾ നിങ്ങൾ അഭിനയം പഠിക്കാനാണല്ലോ വന്നത്. ഈ അഭിനയം വളരെ ഈസി ആവണമെങ്കിൽ നമ്മൾ ഈ മേഖലയിലെല്ലാം പഠിച്ചിരിക്കണം. അപ്പൊ എല്ലാതിന്റെ ക്ലാസ് ഇവിടെ നടക്കുന്നുണ്ട്. സാറ് തന്നെയാണോ? കേട്ടിട്ടില്ലേ? കോയ സാറ്, പിന്നെ മന്മഥൻ സാറ്, പിന്നെ ഞാൻ. പിന്നെ അത് മാത്രമല്ല, മാസത്തിലെ ഇടയ്ക്കൊക്കെ നല്ല സെലിബ്രിറ്റികൾ വരാറുണ്ട്. നല്ല നടന്മാർ വരും, സംവിധായകർ വരും. അവരൊക്കെ ക്ലാസ് എടുക്കും. അങ്ങനെ ക്ലാസ്സുമായ ഫീസ് ഒക്കെ എങ്ങനെയാണ്? അത് മിനിമം 1 വർഷത്തെ കോഴ്സെങ്കിലും വേണം. മാസം 30,000 രൂപ ഫീസ് വരും. എന്നാലാണ് ഇതിനെക്കുറിച്ച് കുറച്ചെങ്കിലൊക്കെ ഒരു അറിവ് ലഭിക്കുള്ളൂ. അപ്പം എന്നാൽ ഞാൻ ഈ തിങ്കളാഴ്ച തൊട്ട് തന്നെ ജോയിൻ ചെയ്യാം സാർ. ഓ, ആയിക്കോട്ടെ. എന്നാൽ ഞാൻ പോയിട്ട് ശരി. പിന്നെ സത്യ സാറിനോടൊക്കെ അന്വേഷണം പറയണം. ഇനിയിപ്പോൾ അടുത്ത മാസമല്ലേ പോവുള്ളൂ. ശരി. എല്ലാം നന്നായി വരും. ശരി. വന്നോളൂ.
ക്യാമറ റെഡി, റോളിംഗ്, ആക്ഷൻ. എന്നാ പറഞ്ഞ പിന്നെ അവിടെ നോക്കി വെക്കണ പരിപാടി ഇല്ല, പിന്നെ അങ്ങടെ അഭിനയിക്കല. ഏയ് ഞാൻ പറഞ്ഞു മനസ്സിലാവണം നമുക്ക്. ഒരു ആക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് തരുന്ന ഒരു കഥാപാത്രത്തിനെ 100% ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാനുള്ള ഒരു ആവേശം അത് നമുക്കുണ്ടാവണം. അപ്പൊ എന്താണ് ആക്ടർ? ആക്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം എന്താണ്? ആക്ടറിന്റെ ഫുൾ ഫോം അതായത് ഏത് പറഞ്ഞാല് ആക്ഷൻ. ആക്ഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മൾ കാണിക്കാൻ അഭിനയിക്കുമ്പോൾ കാണിക്കണോ പല ആക്ഷനുകളും, അതൊക്കെ തന്നെയാണ് ആക്ഷൻ എന്ന് പറഞ്ഞാല്. പിന്നെ സി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ എന്നാണ്. അതിൻ്റെ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ അഭിനയിക്കാൻ നിൽക്കണം എന്നുള്ളതാണ്. അപ്പോൾ വളരെ കോൺസെൻട്രേഷൻ നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ ടി ആണ്. ടിയിൽ ടൈമിങ് നമുക്ക് ഉണ്ടാവണം. അതായത് നമ്മൾ അഭിനയിക്കാൻ നിൽക്കുന്ന സമയത്തുള്ള ആ ഡയലോഗ് പ്രസന്റ് ചെയ്യുമ്പോൾ ഉണ്ടാവണം ആ ഒരു ടൈമിങ് ഉണ്ടല്ലോ, അത് കറക്റ്റ് ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. അതേമാതിരി ഒബ്സർവേഷൻ. എന്താണ് ഒബ്സർവേഷൻ? നിരീക്ഷണം. അതന്നെ, നിരീക്ഷണം. അതാണ് അതിന്റെ കറക്റ്റ് മലയാളം എന്ന് പറഞ്ഞാൽ നിരീക്ഷണം എന്നാണ്. അപ്പോ ആ ഒരു ഒബ്സർവേഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ കിടക്കുന്നത് ഏതാണ്? ആക്ടർ എന്നുള്ളതിൽ 6 ആണ്. 6 എന്ന് പറഞ്ഞാൽ റിതം. അതായത് നമുക്കൊരു താളബോധം ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പൊ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ഷൻ. അപ്പോ ഈ സി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ പറഞ്ഞു അന്നിപ്പോ എന്തെന്നിപ്പോ ഞാൻ പറഞ്ഞു ഇത്ര നേരം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സി എന്ന് പറഞ്ഞ കോൺസെൻട്രേഷൻ ആണ്. ഇതിപ്പോ ഇത്ര നേരം ഞാൻ പറഞ്ഞു തന്നല്ലേ, പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ടായി. മനസ്സിലാവണ്ട അതിന്റെ ഞാൻ പറഞ്ഞതിന്റെ ഒരു അപ്പോ സി എന്ന് പറഞ്ഞ സി കഴിഞ്ഞാൽ പിന്നെ ടി എന്നാണ്. ടി എന്ന് പറഞ്ഞ എന്താണ്? ചായ അല്ല, ടൈമിങ്. രാഘവേട്ടൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. സംഗതി അത്ര പ്രായം ഉണ്ടെങ്കിലും രാഘവേട്ടൻ എൻ്റെ ഒരു ശ്രദ്ധ ഉണ്ട്. അപ്പോൾ ടി എന്ന് പറഞ്ഞാൽ ടൈമിംഗ് ആണ്. പിന്നെ ഓ എന്നാണ്. ഓ എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടി പറയും? ഒബ്സർവേഷൻ. അപ്പോ പിന്നുള്ളത് ആർ എന്നാണ്. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? 6ന്റെ മുമ്പ്. എൻ്റെ സുമേശേട്ടാ, നിങ്ങൾ എത്ര പ്രാവശ്യം നിങ്ങൾ ഇവിടെ ഈ ക്ലാസ്സിന് ഇപ്പൊ എത്ര മാസമായി നിങ്ങൾ വന്നിക്കാൻ തുടങ്ങിയിട്ട്? എത്ര മാസമായി? നിങ്ങൾ 5-8 മാസമായില്ലേ പോയി പറഞ്ഞേ? പിന്നെ നിങ്ങൾ മറ്റേ ഏതായാലും സിനിമയിൽ നമ്മളെ മറ്റേ ഡ്രൈവിംഗ് പഠിക്കാൻ വന്ന ഒരാളുണ്ടല്ലോ, സത്യനന്ദിക്കാരന്റെ പത്നി. ആ മാരിയാണ് മൂപ്പര് ഇവിടെ വന്നിട്ട് ഈ ക്ലാസ്സിന് വന്നിട്ട്. ഇത് 6 എന്ന് പറഞ്ഞാൽ റിതം. 6 എന്ന് പറഞ്ഞാൽ റിതാണ്. ഒരു താളബോധം ഉണ്ടാവണം എന്നാ പറഞ്ഞേ. അപ്പൊ ഇതൊക്കെ പാടെ കൂടിയതാണ് ഒരു ആക്ടർ എന്ന് പറഞ്ഞാല്. നമ്മളല്ലാണ്ട് വെറുതെ തമാശ കളിക്കാനുള്ള അല്ല.